മേഘാലയ സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയൊരു കാഴ്ചയാണ് ഈ ലിവിങ് റൂട്ട് ബ്രിഡ്ജുകൾ. എന്ന് വെച്ചാൽ ഒരു പുഴയുടെയോ ഒരു അരുവിയുടെയോ അക്കരയും ഇക്കരയും നിൽക്കുന്ന മരങ്ങളുടെ വേരുകൾ തമ്മിൽ ഇങ്ങനെ കോർത്ത് ഒരു പാലം പോലെയായിട്ട് മാറുന്നതാണ് ഈ ലിവിങ് റൂട്ട് ബ്രിഡ്ജുകൾ. അപ്പം ഇത് മേഘാലയയിൽ പല സ്ഥലത്തും കാണാൻ പറ്റും. ഈ മരം ഒരു റബ്ബർ ഫിഗ് മരം എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ശീമയാൽ എന്നാണ് ഇതിന് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു തരം ആല് തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ആകാശവേരുകൾ എന്ന് നമ്മൾ പറയില്ലേ, ആ വേരുകളാണ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുള്ളത്. അത് ഇളം വേരുകളായിരിക്കുമ്പോൾ തന്നെ അതിനെ ഇങ്ങനെ പിണച്ചു കൊടുത്ത് അങ്ങനെയാണ് ഈ പാലങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കംപ്ലീറ്റ്ലി നാച്ചുറൽ അല്ല, കുറച്ച് മാൻമെയ്ഡും കൂടിയാണ് എന്ന് പറയാം. ഇത് മരത്തിനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഈ റൂട്ടുകൾ വളർന്ന് അതൊരു ബ്രിഡ്ജ് പോലെയായിട്ട് അത് ബ്രിഡ്ജായിട്ട് ഉപയോഗിക്കുന്നു. ഇതിനെ വേരുകൾ തട്ടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു മരത്തിൻ്റെ പലക നിരത്തിയിട്ടുണ്ട്. അപ്പോൾ നടന്നു പോകാൻ നമുക്ക് അത്ര പ്രശ്നമില്ല. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കിനും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ കാഴ്ചകളും ഒന്നും കാണാൻ പറ്റിയില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ മരങ്ങൾ അധികം നമ്മൾ കണ്ടിട്ടില്ല. ആല് ഉണ്ടെങ്കിലും പക്ഷേ ആലിൻ്റെ ഇല പോലത്തെ ഇലകളല്ല, ഇതിന് കുറച്ചും കൂടി വീതിയുള്ള ഇലകളാണുള്ളത്. ഈ മരങ്ങളെ നല്ല ആരോഗ്യമുള്ളതായിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് നൂറുകണക്കിന് വർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന ബ്രിഡ്ജ് തന്നെ 500 വർഷമായിട്ട് നിലനിൽക്കുന്ന ബ്രിഡ്ജാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾ സംരക്ഷിക്കാത്തിടത്തൊക്കെ ഈ ബ്രിഡ്ജുകൾ പലതും ഡിഗ്രേഡ് ചെയ്ത് പോയിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ബ്രിഡ്ജ് കടന്ന് അക്കരെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരം കൂടി നടന്നാൽ ബംഗ്ലാദേശിൻ്റെ ബോർഡറാണ്. ഈ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തതിനെക്കുറിച്ചുള്ള ഒരു ബോർഡാണിത് കേട്ടോ. തായ്ലൻഡ് രാജകുമാരിയാണ് അത്ര ഈ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഇരിക്കാനായിട്ട് ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പഴയ മരക്കഷ്ണങ്ങൾ കൊണ്ടൊക്കെയാണ്. പിന്നെ വേരുകളുമൊക്കെ നമുക്ക് ഇരിക്കാം. കുറേ സമയം ഇരുന്ന് നമുക്ക് കണ്ട് നല്ലൊരു രസമുള്ള നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം. ഇതുപോലുള്ള ബ്രിഡ്ജുകൾ മേഘാലയയിലും നാഗാലാൻഡിലും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറയുന്നു. മേഘാലയയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ബ്രിഡ്ജ് ഇതല്ല. ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ചിറാപുഞ്ചിയിലുള്ള വേറൊരു ബ്രിഡ്ജ് ഉണ്ട്. അതിൻ്റെ ചിത്രമാണിത്. ഇത് നെറ്റിൽ നിന്ന് എടുത്ത ചിത്രമാണ്. ഇവിടെ ഇപ്പോൾ സന്ദർശകരെ അനുവദിക്കുന്നില്ല. കാരണം അതിൻ്റെ മരങ്ങൾ സംരക്ഷിക്കാത്തത് കൊണ്ട് വേരൊക്കെ അഴുകി കേടുവന്നതുകൊണ്ട് അതിൻ്റെ ബ്രിഡ്ജ് ഡിഗ്രേഡ് ചെയ്ത് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയുമാണ് ലിവിങ് റൂട്ട് ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക് യു.